നമസ്കാരം. പേരാമ്പ്ര ചെറുവണ്ണൂർ കാർ തീപിടുത്ത കേസിൽ അതിനിർണായകമായി തിരിവ്. 6 മാസം ഗർഭിണിയായ സോന കാറിനുള്ളിൽ വെന്തുപരിച്ച ദാരുണ സംഭവത്തിൽ ഭർത്താവ് രജിൻലാലിന് നേരിട്ട് പങ്കില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കാറിന് തീയിട്ടത് രജിൻലാൽ അല്ലെന്നും സംഭവത്തിന് തൊട്ടുമുൻപ് സോന തനിയെ പമ്പിലെത്തി കാനിൽ പെട്രോൾ വാങ്ങുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായി റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. അവൾ രജിനെ ചതിക്കാൻ നോക്കിയതാണെന്ന് ഭർത്തൃപിതാവ് ആരോപിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവിന്റെ DNA ചോദിച്ച് രജിൻ പീഡിപ്പിച്ചിരുന്നുവെന്ന് സോനയുടെ കുടുംബവും പറയുന്നു. ഭർത്താവിന് ക്ലീൻ ചിറ്റ് നൽകിയ പോലീസിന്റെ കണ്ടെത്തലുകളിലേക്ക്. കേരളത്തെ നടുക്കിയ ചെറുവണ്ണൂർ കാർ തീപിടുത്ത കേസിന്റെ തുടക്കം മുതൽ സംശയത്തിന്റെ നിഴലിലായിരുന്ന ഭർത്താവ് രജിൻലാലിന് ഈ ദാരുണ സംഭവത്തിൽ യാതൊരുവിധ നേരിട്ടുള്ള പങ്കുമില്ലെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കേസിൽ ഏറ്റവും നിർണായകമായത് പേരാമ്പ്ര കോഴിക്കോട് റോഡിലെ പെട്രോൾ പമ്പിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ്. സംഭവ ദിവസം വൈകിട്ട് 7:25 സോന ഒറ്റയ്ക്ക് പമ്പിലേക്ക് നടന്നു പോകുന്നതും വെളുത്ത നിറത്തിലുള്ള കാനിൽ പെട്രോൾ വാങ്ങി ബാഗിൽ വെച്ച് മടങ്ങുന്നതും ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. ആശുപത്രിയിൽ പോയി തിരികെ വരുമ്പോൾ കാറിനുള്ളിൽ നിന്ന് പെട്രോൾ മണമേറുന്നതിനെ കുറിച്ച് ചോദിച്ച ഉടൻ വലിയ ശബ്ദത്തോടെ തീ ആളിപ്പടരുകയായിരുന്നുവെന്നാണ് നിലവിൽ 65% പൊള്ളലേറ്റ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിൽ കഴിയുന്ന രജിൻലാലിന്റെ മൊഴി. തീ പിടിച്ച ഉടൻ വാഹനം ഓടിച്ചിരുന്ന രജിൻലാൽ തോട്ടിലേക്ക് ചാടി രക്ഷപ്പെട്ടെങ്കിലും പിൻസീറ്റിലിരുന്ന സോനയ്ക്ക് രക്ഷപ്പെടാനായില്ല. സോന പെട്രോൾ വാങ്ങിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ രജിനെ ചതിക്കാനും അപായപ്പെടുത്താനും വേണ്ടിയാകാം സോന കാറിനുള്ളിൽ പെട്രോൾ കരുതിരുന്ന ആരോപണമായി രജിന്റെ പിതാവ് രാജനും രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ തീ കൊളുത്തിയതിൽ രജിന് നേരിട്ട് പങ്കില്ലെങ്കിലും സോനയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇയാളുടെ പീഡനങ്ങളാണെന്ന് സോനയുടെ കുടുംബം ആരോപിക്കുന്നു. 3 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹിതരായവരാണിവർ. വിവാഹശേഷവും രജിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഗർഭസ്ഥ ശിശുവിന്റെ DNA പരിശോധന നടത്തണമെന്ന് വരെ ആവശ്യപ്പെട്ടുകൊണ്ട് സോനയെ അധിക്ഷേപിച്ചിരുന്നതായും സോനയുടെ ബന്ധുവായ സത്യൻ ആരോപിക്കുന്നു. തീയിട്ടതിൽ ഭർത്താവിന് നേരിട്ട് പങ്കില്ലെന്നുറപ്പിച്ച പോലീസ് ഇനി ഈ സംഭവത്തിന് പിന്നിൽ ആത്മഹത്യാ പ്രേരണയോ അതോ ഭർത്താവിനെ കൂടി ഒപ്പം അപായപ്പെടുത്തുവാനായി ശ്രമിച്ചതാണോ എന്ന കാര്യത്തിലാണ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. രജിൻലാലിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതോടെ ഇയാളിൽ നിന്ന് വീണ്ടും വിശദമായി മൊഴിയെടുക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുറത്തുവരുന്നത് നാടകീയ രംഗങ്ങളാണ്. സംഭവ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ 7 മണി വരെ സോന മാതൃ സഹോദരിയുടെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് ഭർത്താവിൽ നിന്ന് നേരിടുന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് സോന തന്റെ സഹോദരിയോട് തുറന്നു പറയുകയായിരുന്നു. ഇതിനുശേഷമാണ് വസ്ത്രം വാങ്ങാൻ എന്ന വ്യാജനെ സഹോദരിക്കൊപ്പം ടൗണിൽ പോയത്. അവിടെ വെച്ച് തന്ത്രപൂർവ്വം മാറി നടന്ന പമ്പിലെത്തി പെട്രോൾ വാങ്ങി. രജിൻലാലിന്റെ ആവശ്യപ്രകാരമാണോ സോന പെട്രോൾ വാങ്ങിയതെന്ന വലിയ സംശയം തുടക്കത്തിൽ തന്നെ ഉയർന്നതാണ്. എന്നാൽ സോന ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് പമ്പിലേക്ക് പോയതെന്നതിനാൽ ഇത് സ്വന്തം തീരുമാനപ്രകാരമാണ് വാങ്ങിയതെന്നാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നത്. രജിൻലാലിന് തീയിട്ടതിൽ നേരിട്ട് പങ്കിലെന്ന് വ്യക്തമായി എങ്കിലും പോലീസ് അന്വേഷണം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ തയ്യാറല്ല. ഭർത്താവിനെതിരെ കടുത്ത ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കുമോ എന്നാണ് മെപ്പയ്യൂർ പോലീസ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. നിരന്തരമായി പരസ്ത്രീ ബന്ധവും ഗർഭസ്ഥ ശിശുവിനെ ചൊല്ലിയുള്ള ക്രൂരമായ ആക്ഷേപങ്ങളുമൊക്കെയാണ് സോനയെ ഈ കടും കൈക്ക് പ്രേരിപ്പിച്ചതെന്ന് തെളിഞ്ഞാൽ ഭർത്താവ് രജിൻലാലിന് മേൽ നിയമത്തിന്റെ ശക്തമായ പിടിവീഴും. ഇതിനായി സോനയുടെയും രജിന്റെയും മൊബൈൽ ഫോണുകൾ സൈബർ സെല്ലിന്റെ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും കോൾ റെക്കോർഡുകളും പുറത്തു വരുന്നതോടെ മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ മാനസിക സമ്മർദ്ദത്തിന്റെ ആഴം പോലീസിന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുവാൻ സാധിക്കും. രജിനിൽ നിന്ന് വീണ്ടും വിശദമായി മൊഴിയെടുക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത തീരുമാനം. എന്നാൽ സോന ഒരിക്കലും സ്വയം ജീവൻ ഒടുക്കില്ലെന്നും ഇത് കൃത്യമായ ആസൂത്രണത്തോടെ രജിൻലാൽ നടത്തിയ കൊലപാതകമാണെന്നും കുടുംബം ഇപ്പോഴും ആവർത്തിച്ചു വ്യക്തമാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ മാത്രമേ യാഥാർത്ഥ്യം പുറത്തുവരികയുള്ളൂ. അന്വേഷണം പുതിയ തലത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ പോലീസ് ഒട്ടും തള്ളിക്കളയാത്ത മറ്റൊരു ഞെട്ടിക്കുന്ന സാധ്യത കൂടിയുണ്ട്. കാറിനുള്ളിൽ വെച്ചുണ്ടായ പെട്ടെന്നുള്ള ഒരു പ്രകോപനം. കാരണം സോന കയ്യിൽ പെട്രോൾ കരുതിയിട്ടുണ്ടെന്ന കാര്യം ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് രജിൻ അറിഞ്ഞതെങ്കിൽ അത് കാറിനുള്ളിൽ വെച്ച് വലിയൊരു മൽപ്പിടുത്തത്തിലേക്കോ തർക്കത്തിലേക്കോ നയിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുക. യാത്രക്കിടയിൽ സോന പെട്രോൾ ക്യാൻ പുറത്തെടുക്കുകയും അത് തടയാൻ രജിൻ ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ തീപ്പൊരി പടർന്ന് വൻ ദുരന്തമുണ്ടായതാണോ എന്ന സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. മറ്റൊരു പ്രധാന വശം സോനയുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ ഗർഭകാലത്തെ കടുത്ത മാനസിക സമ്മർദ്ദമാണ്. 6 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ ഇത്തരമൊരു കടും കൈ ചെയ്യണമെങ്കിൽ അവർ അനുഭവിച്ച മാനസികാഘാതം എത്രത്തോളമായിരിക്കും? ഭർത്താവിന്റെ പീഡനങ്ങൾക്ക് പുറമെ കുടുംബത്തിൽ നിന്ന് തനിക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കാതിരുന്നതാണോ സോനയെ ഈ അവസ്ഥയിൽ എത്തിച്ചത്?
സോനയെ അവസാനമായി പരിശോധിച്ച ഗൈനക്കോളജിസ്റ്റിന്റെയും മരണ ദിവസം ഉച്ചയ്ക്ക് അവർ സംസാരിച്ച മാതൃ സഹോദരിയുടെയും മകളുടെയും മൊഴികൾ കൂട്ടിവായിച്ച് സോനയുടെ അന്നത്തെ കൃത്യമായ മാനസികാവസ്ഥ കണ്ടെത്തുവാനാണ് മെഡിക്കൽ സംഘത്തിന്റെ സഹായത്തോടെ പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനെല്ലാം പുറമെ കാറിനുള്ളിൽ നിന്ന് കണ്ടെടുത്ത പ്ലാസ്റ്റിക് കന്നാസിന്റെ അവശിഷ്ടങ്ങളും സോനയുടെ ബാഗും കത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. തീ കൊളുത്താൻ ഉപയോഗിച്ച ലൈറ്ററോ മാച്ചോ കൃത്യമായി കാറിന്റെ ഏത് ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത് എന്ന ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്നുള്ള കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് ഈ ആഴ്ച പുറത്തുവരും. കാറിൽ പെട്രോൾ ഒഴിച്ചത് സോന സ്വന്തം ശരീരത്തിലാണോ അതോ കാറിന്റെ സീറ്റുകളിലാകെ പരത്തുകയായിരുന്നു എന്ന ശാസ്ത്രീയ വിധി ഈ കേസിന്റെ ക്ലൈമാക്സ് തന്നെ മാറ്റിമറിക്കും. സാധ്യതകൾ പലതാണ്. രജിൻലാലിന് നേരിട്ട് പങ്കിടുന്ന CCTV തെളിവ് നിലനിൽക്കുമ്പോഴും കാറിനുള്ളിലെ ആ 5 മിനിറ്റിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ ഫോറൻസിക് റിപ്പോർട്ടും രജിന്റെ അടുത്ത മൊഴിയും പുറത്തുവരണം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിലും വലിയൊരു കുടുംബ രഹസ്യമായിരിക്കാം ഈ ദാരുണാന്ത്യത്തിന് പിന്നിൽ. ഈ കേസിന്റെ മനഃശാസ്ത്രപരമായ വശങ്ങളിലേക്ക് പോലീസ് കടക്കുമ്പോൾ മുൻപ് നടന്ന ആത്മഹത്യാ ഭീഷണികളുടെ അതേ രീതി തന്നെയാണ് സോന ഇവിടെയും പ്രയോഗിച്ചതെന്ന നിഗമനത്തിനാണ് കൂടുതൽ മുൻഗണന ലഭിക്കുക. ആളുകളെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്ത് തനിക്കൊപ്പം നിർത്താൻ ശ്രമിക്കുന്ന ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ലക്ഷണങ്ങളാണോ സോന കാണിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കാൻ വിദഗ്ധരായ സൈക്കാട്രിസ്റ്റുകളുടെ സഹായം തേടാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. കാരണം കാറിനുള്ളിലെ ഇടുങ്ങിയ സാഹചര്യത്തിൽ പെട്രോൾ പോലെ പെട്ടെന്ന് കത്തുന്ന ഒരു ഇന്ധനം തുറന്നു പിടിച്ചാൽ അത് ചെറിയൊരു സ്പാർക്കിൽ പോലും വൻ സ്ഫോടനത്തിന് കാരണമാകുമെന്ന ശാസ്ത്രീയ വശം ഒരുപക്ഷെ സോന ചിന്തിച്ചിട്ടുണ്ടാകില്ല. കേവലം റിജിനെ ഭയപ്പെടുത്തുവാൻ വേണ്ടി മാത്രം തീപ്പെട്ടി ഉറച്ച നിമിഷം കാറിനുള്ളിൽ പടർന്ന പെട്രോൾ വാതകം സെക്കൻഡുകൾക്കുള്ളിൽ അന്തരീക്ഷം കീഴടക്കും. സോനയ്ക്ക് ഒന്ന് മാറി ചിന്തിക്കാൻ പോലും സമയം നൽകാതെ വണ്ടി ഒരു അഗ്നിഗോളമായി മാറുകയും ചെയ്തു എന്നാണ് ഫോറൻസിക് സംഘം സംശയിക്കുന്നത്. ഇതിനൊപ്പം തന്നെ സംഭവത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഇരുവരുടെയും ഫോണുകളിൽ വന്ന കോളുകളും ചാറ്റുകളും ഒക്കെ തന്നെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് വീണ്ടെടുക്കുന്നുണ്ട്. റിജിന്റെ സുഹൃത്തായ യുവതിയുമായി സോന നേരിട്ട് സംസാരിച്ചിരുന്നോ, കുഞ്ഞിന്റെ DNA പരിശോധനയെ ചൊല്ലി വാട്സാപ്പിൽ ഭീഷണികൾ നടന്നിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിൽ ഡിജിറ്റൽ തെളിവുകൾ നിർണായകമാണ്. റിജിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. കാരണം തീ പിടിച്ച ഉടൻ കാറിന്റെ ലോക്കുകൾ തുറന്ന് റിജിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടും തൊട്ടടുത്തിരുന്ന സോനയെ രക്ഷിക്കാൻ റിജിന്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായോ എന്നതിൽ പോലീസിന് ഇപ്പോഴും സംശയങ്ങളുണ്ട്. നിഗൂഢതകൾക്കെല്ലാം അടിവരയിടുന്ന തരത്തിൽ തന്നെയാണ് സംഭവ ദിവസം സോനയുടെ കൂടെ ഉണ്ടായിരുന്ന ഇളയമയുടെ മകളുടെ നിർണായകമായ വെളിപ്പെടുത്തലും പുറത്തുവന്നത്. റിജിൻലാലിന് വേറൊരു സ്ത്രീയുമായി പുതിയൊരു സൗഹൃദം ഉണ്ടായി എന്നും താൻ വീണ്ടും ക്രൂരമായി ചതിക്കപ്പെടുകയാണെന്നും സോന അന്ന് ഇളയമയുടെ മകളോട് പറഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു യുവതിയുടെ പേരിൽ തന്നെ ഉപേക്ഷിക്കാൻ ശ്രമിച്ച റിജിൽ വിവാഹശേഷവും ആ പഴയ ചതി തുടരുന്നുവെന്ന തിരിച്ചറിവ് സോനയെ പൂർണ്ണമായും തകർത്തിരുന്നു. ഈ കനത്ത മാനസിക സംഘർഷവും പേറിയാണ് വൈകുന്നേരം റിജിൻലാലിനൊപ്പം സോന കാറിൽ യാത്ര ചെയ്തത്. ഈ യാത്രക്കിടയിൽ ഈ പുതിയ സൗഹൃദത്തിനെ ചൊല്ലി ഇരുവരും തമ്മിൽ കാറിനുള്ളിൽ വെച്ച് കടുത്ത വാക്കുതർക്കമുണ്ടായതായി പോലീസ് സംശയിക്കുന്നുണ്ട്. റിജിനോടുള്ള കടുത്ത അമർഷവും പിണക്കവും കാരണമാണ് സാധാരണ മുന്നിൽ സീറ്റിൽ ഇരിക്കാനുള്ള സോന ആ യാത്രയിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് കാറിന്റെ പിൻസീറ്റിലേക്ക് മാറിയിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം.